കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസിൽ കാരിയറും സംഘവും വീതിച്ചെടുത്ത സ്വർണത്തിന്റെ ഒരു ഭാഗം യഥാർത്ഥ ഉടമകൾക്ക് തന്നെ കിട്ടി. കഴിഞ്ഞ ദിവസം പിടിയിലായ മുഹമ്മദ് സൽമാൻ സാദിഖ് പി ഷബി എന്നിവർ എറണാകുളത്ത് പോയി സ്വർണം വീതം വെച്ചതിന് ശേഷമാണ് ഒരു ഭാഗം കൈമാറിയത്. സ്വർണം കൈമാറിയ AR നഗർ സ്വദേശിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ളവരുടെ പങ്കന്വേഷിക്കാൻ റിമാൻഡിലുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള അതിനുള്ള തെളിവുകൾ, ആവശ്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനകം ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഞായറാഴ്ചയാണ് മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സൽമാൻ സാദിഖ് ഗൾഫിൽ നിന്ന് സ്വർണവുമായി വരുന്നത്. അത് പൊട്ടിക്കാനായി 5 അംഗ സംഘം, വ്യത്യസ്ത സംഘങ്ങളായിട്ടുള്ള 5 അംഗ സംഘങ്ങൾ എയർപോർട്ടിന് പുറത്ത് കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ മുഹമ്മദ് സൽമാൻ സാദിഖ് അർജുൻ ആയങ്കിയുടെ അനുയായിയുമായി 40 ലക്ഷം രൂപയ്ക്ക് ഒരു ഡീൽ ഉറപ്പിക്കുകയും ചെയ്യുന്നത്. അതിനിടയിൽ നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സൽമാൻ സാദിഖിന്റെ മറ്റൊരു സുഹൃത്ത് ഷബി വരികയും ഷബിയും മുഹമ്മദ് സൽമാൻ സാദിഖും ഈ സാദിഖും ചേർന്ന് ഈ സ്വർണവുമായി എറണാകുളത്തേക്ക് പോവുകയും അവിടെ വെച്ച് സ്വർണം വീതിച്ചെടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ആ സമയത്താണ് മുഹമ്മദ് സൽമാൻ സാദിഖിന്റെ കുടുംബത്തെ മുഹമ്മദ് സൽമാൻ സാദിഖിന്റെ കയ്യിൽ സ്വർണം കൊടുത്തുവിട്ട യഥാർത്ഥ ഉടമകൾ വിളിക്കുകയും സ്വർണം തിരിച്ചു കിട്ടണമെന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ സമയത്ത് മുഹമ്മദ് സൽമാൻ സാദിഖിന്റെ കുടുംബം ഷബിയുമായി ബന്ധപ്പെടുകയും ഷബിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം AR നഗർ സ്വദേശി വഴി യഥാർത്ഥ ഉടമകൾക്ക് കൈമാറി എന്നുമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ AR നഗർ സ്വദേശിയെ അയാളുടെ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സ്വർണം പൊട്ടിക്കാനായി എയർപോർട്ടിന് പുറത്ത് കാത്തു നിന്നിരുന്ന അർജുൻ ആയങ്കിയുടെ അനുയായി ഉൾപ്പെടെയുള്ള ആളുകളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കൊണ്ടോട്ടി പോലീസ്. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇവർക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പറയുന്നത്. അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ലഭ്യമാകും എന്നുള്ള വിവരം കൂടി പോലീസ് എന്തായാലും നൽകുന്നുണ്ട്. സിനിമാ കഥകളെ പോലും വെട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ കരിപ്പൂർ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. 5 അംഗ സംഘം കാത്തു നിൽക്കുന്നു. യഥാർത്ഥ ഉടമകൾ പറഞ്ഞ ആളുകൾക്ക് നൽകാതെ കാരിയർ തന്നെ സ്വർണം വീതിച്ചെടുക്കുന്നു. ആ വീതിച്ചെടുത്ത സ്വർണത്തിന്റെ ഒരു ഭാഗം കുടുംബത്തെ യഥാർത്ഥ ഉടമകൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് തിരിച്ചു നൽകേണ്ടി വരുന്നു. ആ സമയത്ത് അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് എന്ത് എന്ന് അന്വേഷിക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. ഈ സംഭവത്തിൽ കണ്ണൂരിലുള്ള CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും പിന്നീട് CPM അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് അർജുൻ ആയങ്കിയുടെ പങ്ക് എന്താണ് ഈ സംഭവത്തിൽ എന്ന് അന്വേഷിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. അതിനായുള്ള കസ്റ്റഡി അപേക്ഷയാണ് അടുത്ത ദിവസം നൽകാൻ തയ്യാറായിരിക്കുന്നത്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.